പണ്ട് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ 8ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ ഒരു കവിത പഠിക്കാനുണ്ടായിരുന്നു. റഫീഖ് അഹമ്മദിന്റെ തോരാമഴ. അത് അന്ന് വായിച്ചപ്പോഴും പിന്നീട് എപ്പോഴൊക്കെ ആ കവിത വായിക്കുമ്പോഴും കണ്ണുകൾ ഈർന്നണിയാതെ ആ കവിത പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിങ്ങനെയാണ്: ഉമ്മക്കൊലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു. ഉറ്റവരൊക്കെയും പോയിരുന്നു, മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. വാടകയ്ക്കായെടുത്ത കസേരകൾ, ഗ്യാസ് ലൈറ്റ്, പായകൾ കൊണ്ടുപോയി. വേലിക്കൽ പണ്ടവൾ നട്ടൊരു ചെമ്പകച്ചോടോളം അപ്പോൾ ഇരുട്ട് വന്നു. ചിമ്മിനി കൊച്ചു വിളക്കിന്റെ നേരിയ കണ്ണീർ വെളിച്ചം തുടിച്ചു നിന്നു. ഉമ്മറക്കൽപ്പടി ചോട്ടിൽ അവളഴിച്ചിട്ട ചെരുപ്പ് നുരുമ്മി നോക്കി പുള്ളിക്കുറിഞ്ഞി നിസ്സംഗയായി പിന്നിലെ കല്ലുവെട്ടാങ്കുഴിക്കുള്ളിലേറി. തെക്കേ പുറത്തെ കോലായിൽ അവളുടെ ഇത്തിരി പിന്നിയ കുഞ്ഞുടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റൊന്ന് തട്ടി നോക്കി മരക്കൊമ്പിലേറി. ഉമ്മക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ പുറത്തു തനിച്ചു നിൽക്കെ പെട്ടെന്ന് വന്നു പെരുമഴ. ഉമ്മയോ ചിക്കനകത്ത് തിരിഞ്ഞു ചെന്നു. വില്ലൊടിഞ്ഞെന്ന് ചിണുങ്ങിടാറുള്ളൊരാ പുള്ളിക്കുട ചെന്നടുത്തു പാഞ്ഞു. പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടിമേൽ നിവർത്തി വെച്ചു. ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രി തൊട്ടിന്നോളം ആ മഴ തോർന്നിട്ടുമില്ല. മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയെ റഫീഖ് അഹമ്മദ് തോരാത്ത മഴയോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്. ഉമ്മുക്കുലുസു എന്ന പെൺകുട്ടിയുടെ വേർപാട് അവളുടെ അമ്മയിൽ മാത്രമല്ല വേദന ഉളവാക്കുന്നത്. അവളെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ഉപകരണങ്ങളിലും പ്രകൃതിയിലും അവൾ വേദന ബാക്കി വെക്കുന്നു.